ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ യാത്രയുടെ 4ാം ദിവസം നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഗോവയിൽ നിന്ന് ഞാൻ ഇറങ്ങുവാണ്. ഡാപ്പുളി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്. ലൊക്കേഷൻ കാര്യങ്ങളും ഡീറ്റെയിൽസും നമുക്ക് വഴിയേ കാണാം. വോയിസ് ഓവറായിരിക്കും എൻ്റെ ഈ വീഡിയോ. മൈക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പം ഇന്നലെ വന്ന നമ്മുടെ എന്തായിരുന്നു പേരെന്തായിരുന്നു? അലക്സ് തലശ്ശേരി ചങ്ങനാശ്ശേരി ജിനു ചങ്ങനാശ്ശേരി അല്ല 2 പേരുണ്ട്. അതുപോലെ തന്നെ വേറെ 3 പേരുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ വന്നതാ. ബൈക്കുകൾ ഇരിക്കുന്നുണ്ട്. ഒരു ഹൈനസ് ഉണ്ട്, ഒരു അവഞ്ചറുണ്ട്, ഒരു നമ്മുടെ എക്സ്പൾസ് മോനെ പുളി സാധനം ഇട്ടിരിപ്പുണ്ട് കേട്ടോ. 3 വണ്ടിയിലാണ്ട സെറ്റാക്കിയാണ്. അവർ നേരത്തെ കൊടിയൊക്കെ ഒട്ടിച്ച് ഭയങ്കര സെറ്റപ്പായിരിക്കും. അവരിനി 3 ദിവസം ഇവർ ഇവിടെ ഗോവയിൽ കാണും. അപ്പോൾ എനിക്ക് ഒരു 2 ദിവസമായി ഓൾറെഡി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇങ്ങ് വിടുവാണ്. നമ്മുടെ വണ്ടി കുട്ടപ്പൻ ഇരിക്കുന്നു, സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ വോയിസ് ഓവർ ആയിരിക്കും. എല്ലാവരും ക്ഷമിക്കുക. മുമ്പേ എത്തിയിട്ട് ഞാൻ പുതിയ മൈക്ക് മേടിക്കാം. ബൈ. അപ്പോൾ ഓക്കെ അളിയന്മാരെ, വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത അപ്ഡേറ്റ് ചിലപ്പോൾ ഞാൻ മുംബൈ കാണും ഒരു 5-6 ദിവസം. ഇല്ല 2 സെയിം. ഓക്കെ ഓക്കെ എന്നാ ട്രിപ്പ് തുടങ്ങുന്നത് മാറ്റട്ടെ. ട്രിപ്പ് പോയിട്ട് ടോട്ടല് 980 കിലോമീറ്റർ. അപ്പോൾ ഓക്കെ 980 അല്ല ഇവിടെ വരെ. ഓക്കെ show any paper here? क्या होगा? कोई पेपर इधर दिखाना कैश होता है यहाँ पे. यहाँ पे आगे आपको 1 किलोमीटर महाराष्ट्र बॉर्डर, ये गोवा बॉर्डर, ये गोवा बॉर्डर 1 किलोमीटर. ये रोड से जाइए सीधा. നോക്കിയേ, ആ മലയുടെ മുകളിൽ മേഘം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാണാം. ഇത് കാണാൻ നല്ല കാഴ്ച, നല്ല തണുപ്പുണ്ട്. ഞാനിപ്പം ഗോവ ബോർഡർ കഴിഞ്ഞതേ ഉള്ളൂ, മഹാരാഷ്ട്ര ടച്ചാവുന്നു. അടിപൊളി കാലാവസ്ഥയെ പൊളി, അടിപൊളി കാഴ്ച, സൂപ്പർ. भैया ये महाराष्ट्र बॉर्डर हो गया.
महाराष्ट्र बॉर्डर आप महाराष्ट्र में हो? वो बॉर्डर हो गया नहीं अभी गोवा महाराष्ट्र बॉर्डर हो गया नहीं अभी आप महाराष्ट्र में हो? अभी मैं महाराष्ट्र में बॉर्डर हो गया बॉर्डर तो बहुत पहले हो गया। तो कोई चेकिंग नहीं था मैं इसके लिए सोचा था वो बोलता था RT-PCR चेकिंग में अंदर पेपर पूरा रुका है कहाँ से हो? मैं अभी केरला से आ रहा है केरला केरला ओके। और चेकिंग होएगा मैं तो बॉर्डर भी देखा ही नहीं है नहीं बॉर्डर उधर एक नोटिफिकेशन अच्छा मैं तो जब बॉर्डर किधर है बहुत दूर आ गया पेपर भी दिखाया नहीं नहीं ऐसे अभी प्रॉब्लम नहीं है मेरा एक आदमी बोला था वो RT-PCR का पेपर मांगता है वो भी लिया था नहीं कुछ प्रॉब्लम नहीं है वो प्रॉब्लम स्मूथली थैंक यू ഓ മൈ ഗോഡ് സത്യം പറഞ്ഞാൽ ബോർഡർ കഴിഞ്ഞു നമ്മൾ മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞു ഒരു സീനും ഇല്ലായിരുന്നു നോർമലായിട്ട് നമ്മൾ കയറി ഇനി പോയിരുന്നു ഞാൻ അറിഞ്ഞ പോലും ഇല്ല കുറേ കയറാണ്ട് ഗോവയിൽ ഒരു 63 കിലോമീറ്റർ ഞാൻ ഇതുവരെ ബോർഡർ കണ്ടില്ല ബോർഡർ കുറേ കണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് ചെക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല ചെക്കിങ്ങോ പേപ്പറോ വേണമെന്നൊന്നും എന്തായാലും പൊളിച്ചു അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ എനിക്കൊന്ന് ഇൻഫോം ചെയ്യണം അപ്പോൾ ഞാനൊന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഇൻഫോം ചെയ്യട്ടെ ഓക്കെ നമ്മൾ മഹാരാഷ്ട്രയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ആഹാരം കഴിക്കാനായിട്ട് ഞാനിങ്ങനെ നിർത്തിയതാണ് അപ്പോൾ ആഹാരം കഴിക്കാനായിട്ടുള്ള ലൊക്കേഷൻ ഈ ലൊക്കേഷൻ കണ്ടു ഇതാണ് ലൊക്കേഷൻ ഇവിടെ നമ്മുടെ കുറച്ച് ആൾക്കാർ നമ്മളെ നല്ല കമ്പനി അടിച്ചിട്ടുണ്ട് കാര്യങ്ങൾ आपका नाम क्या था साईराज आपका രാജ് ഈ രണ്ടുപേര് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അപ്പം ബാക്കി എന്ത് സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് അപ്പോൾ ഞാൻ എന്തായാലും വടാപ്പാവ് ഓർഡർ ചെയ്തിട്ടുണ്ട് വടാപ്പാവ് ഇവിടെ കഴിക്കുന്നതാണ് അതേ വടാപ്പാവിൻ്റെ ഒക്കെ പരിപാടി നടക്കുന്നുണ്ട് വടാപ്പാവിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് ആ വടാപ്പാവ് ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കട്ടെ बड़ा ठंडी करना चाहिए आप लोग का घर इधर ही है नहीं हम कर्नाटक हाँ अभी क्या कर रहे थे यहाँ भाई क्या कर रहे हैं फिर वापस जाएगा तो कोविड का करना पड़ेगा ना हमारे को चलता 2 डोज वैक्सीन खलास कर्नाटक महाराष्ट्र അപ്പോൾ നമ്മൾ വടാപ്പാവും കാര്യങ്ങളൊക്കെ കഴിച്ചു അരമണിക്കൂറോളം നമ്മളിവിടെ നിന്നു ഒരു നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു നമ്പർ തന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഏകദേശം ഗോവയിൽ നിന്ന് 122 കിലോമീറ്റർ ആയി ഇനി നമുക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 228 കിലോമീറ്റർ കൂടെ നമുക്ക് പോകാനുണ്ട് ഡാപ്പുളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഡാപ്പുളി അങ്ങനെയായിരിക്കും അയക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത് ഇതുണ്ടോ ലൊക്കേഷൻ കണ്ടോ ഒരു രക്ഷയില്ല മഹാരാഷ്ട്ര എന്ന് പറയുന്നത് പൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം കാലാവസ്ഥയും ചെറിയ മഴയും തണുപ്പും ഒക്കെ റോഡിലാണെങ്കിൽ ഒരു ഒറ്റ കുഞ്ഞുങ്ങളില്ല സുന്ദരമായിട്ട് പോവാം എന്നുവെച്ചാൽ സൂക്ഷിച്ച് പോകണം നമ്മൾ സ്പീഡിൽ പോകുന്നില്ല പക്ഷെ ഒരു ഒറ്റ ട്രാഫിക് ഇല്ല അത് NH-66 ആണ് നമുക്ക് മെയിൻ പൂനെ റോഡ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നമ്മൾ ബൈക്ക് കയറ്റത്തില്ല കാറ് മാത്രമേ കയറ്റത്തുള്ളൂ കാറും ലോറികളും കയറ്റത്തുള്ളൂ അത് 4 വരി പാതയായിരുന്നു ഇതാണ്ട് അടിപൊളി ഇത് ഇവിടെ ആണെങ്കിൽ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടവും മലയും മേഘമൊക്കെ കണ്ടോ എന്താ സീനറി ഒരു രക്ഷയില്ല നിങ്ങൾ ഇറങ്ങുക പൈസ കടം മേടിച്ച് ഇറങ്ങ് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നിർത്തിയതാ
ഇപ്പോൾ നല്ല മഴയായിരുന്നു, മഴയത്തങ്ങ് ഓടിച്ചു. കുഴഞ്ഞൊരു പരുവായി. നല്ലൊരു ലൊക്കേഷൻ കേട്ടോ, നല്ല നല്ല അടിപൊളി ലൊക്കേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് വിട്ടപ്പം ഇരിക്കുന്ന ജില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട കേട്ടാ. കൊണ്ട് വരാം. പൊന്നോ സീനറി കണ്ടോ, എന്നാ കിടന്ന സീനറി ഞാൻ നോക്കി. വെള്ളമുണ്ടോ ക്യാമറയിൽ? എന്നാ കിടന്ന സീനറി ഞാൻ നോക്കി. വാ ഹോലി, നോക്കത്താ ദൂരത്ത് റോഡും അതിൻ്റെ കൂടെ കുറേ മരങ്ങളും കുന്നും. മോനെ ഇതേ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത സീൻ. അയ്യോ, കർണാടകയിൽ തന്നെ ആണോ അതോ ഊട്ടിയോ മൂന്നാറോ വല്ലതും ആണോ? നല്ല കിടിലും തണുപ്പും കിടിലും ലൊക്കേഷനും. ഒരു രക്ഷയില്ല, ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പം കർണാടകയിൽ നിന്ന്, അതായത് ഗോവയിൽ നിന്ന് ഡാപ്പോളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഡാപ്പോളി എന്ന് തന്നെയാണോ അത് പറയുന്നത്, ഡപ്പോളി എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഡപ്പോളി എന്നാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഇതുണ്ട്, കറക്റ്റ് ഒരു മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി ലുക്ക്. കറക്റ്റ് നല്ല തണുപ്പും ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ, മഞ്ഞും ചെറിയൊരു കോടയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന പോലെയില്ല. വണ്ടികളുടെ രജിസ്ട്രേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയുന്നുള്ളൂ ഇത് മഹാരാഷ്ട്രയാണ്. ഇപ്പോൾ എൻ്റെ ലൊക്കേഷനോട്ട് പോകാനായിട്ട് എനിക്ക് ഇനി 121 കിലോമീറ്റർ ഉണ്ട്. അറൗണ്ട് 3 മണിക്കൂർ ഇനി. ലൊക്കേഷൻ കൊള്ളാമല്ലേ, പോളി.
അങ്ങനെ ഞാൻ ഗോവയിൽ നിന്ന് മുംബൈയിലോട്ടുള്ള യാത്രയുടെ പകുതി ഏരിയ, അതായത് ഗോവ ടു മുംബൈ അറൗണ്ട് 500 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗോവയ്ക്ക് മുംബൈക്ക് ഇടയ്ക്കായിട്ട് ഡാപ്പൊളി അല്ലെങ്കിൽ പല രീതിയിൽ ഉച്ചാരണം ചെയ്യാം. ഞാനത് വായിച്ചപ്പോൾ ഡാപ്പൊളി എന്നൊക്കെ വായിക്കാം. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ ഞാൻ റൂം എടുത്ത് ഓയോ വഴിയാണ് ബുക്ക് ചെയ്തത്. ഏകദേശം 600 രൂപയായുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നു 6 മണിയായപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തി, കുളിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. സത്യം പറഞ്ഞത് നല്ല തണുപ്പ്. ഇതൊരു മൂന്നാർ ലൊക്കേഷൻ, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ, മൂന്നാർ ലൊക്കേഷൻ. അപ്പോൾ റൂമിലെത്തി. അപ്പോൾ ഞാൻ റൂമിലെത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല കിട്ടില്ലൻ ഒരു മലയുണ്ട്. പക്ഷേ ഇപ്പോൾ രാത്രിയാണ്, ഇത് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാനിത് ക്ലോസ് ചെയ്തു. അപ്പം നമ്മുടെ റൂമും സെറ്റപ്പും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വീഡിയോസൊക്കെ ചെയ്യണം, വീഡിയോ ഒക്കെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് റൂമിൻ്റെ കൂടെ തന്നെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല ചപ്പാത്തിയും മാവോരിയും ഉള്ളിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഗൈസ് എന്താ പറയട്ടെ, അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ നാളെ ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ മൂഡ് മാറിക്കഴിഞ്ഞാൽ ഞാൻ നേരെ മുംബൈക്ക് ഞാൻ യാത്ര ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞാൽ ഈ യാത്ര എന്ന് പറഞ്ഞാൽ പൊളിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയിൽ മഹാരാഷ്ട്ര, അതായത് മലയാളി, ഞാൻ മലയാളിയാണ്, മറ്റുള്ളവർ മലയാളി അല്ലെങ്കിൽ വണ്ടിക്ക് വട്ടം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങൾ മലയാളിയാണ്, നിങ്ങൾ ലഡാക്കിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തള്ളുമല്ല, സത്യമാണ്, തള്ളല്ല, സത്യമായിട്ട് ഒരുപാട് പേര്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലീസും ഒക്കെ എന്നെ പലവട്ടം പിടിച്ചു, ലൈസൻസൊക്കെ ചെക്ക് ചെയ്ത് വന്നിട്ട് പറഞ്ഞു ലഡാക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെറും ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, നടന്നു പോകുന്നവർ വരെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഞെട്ടി. അപ്പം ഞാൻ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ നാളെ മുംബൈ പോകുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പം മല്ലൂർ സ്റ്റാർ വ്ലോഗ്.